അപ്പോൾ കുരിശുമലയിൽ ഒരു കുളം ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞുള്ള അറിവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിരക്കി വന്നപ്പോൾ തന്നെ കുളം കണ്ടിട്ടുണ്ട്. പക്ഷേ കുളം ഇവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള രീതി ചെറിയ രീതിയിലൊന്ന് വൃത്തിയാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതിവിടെ വരുന്നവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം മുഖമൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ഉപകരിക്കും. ഇല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് വൃത്തിയാക്കിയില്ല. അതിന് മൊത്തം ഒന്ന് പുഴുവും ഇതൊക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ. അപ്പം ഞാനല്ല ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇതൊന്ന് വൃത്തിയാക്കാൻ പോകണം. ഈ കുളത്തിന് വലിയ ആഴമില്ല കേട്ടോ, വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നല്ല വലിയ തവളയൊക്കെ ഉണ്ട്. മൊത്തം ഞങ്ങളെ എനിക്കൊന്ന് ഒത്തിരി നാളായെന്ന് തോന്നുന്നു ഇത് ക്ലീൻ ചെയ്തിട്ടല്ലേ. നല്ല ആഴമുണ്ട് ഇതിന്, നല്ല ഉറവുണ്ട് ഇവിടെ. അവസാനത്തിന് നല്ല ചെളിയാണ്. ഒരു വലിയ കല്ലൊക്കെ അതിലുണ്ടായിരുന്നു കുളം വൃത്തിയാക്കിയപ്പോൾ. ആ കല്ല് നമ്മളെടുത്ത് കളഞ്ഞിട്ട് പിന്നെ നല്ലപോലെ ഉറവുണ്ട് കൈസ്. അതിൽ വെള്ളം ഇത്ര കോരിയിട്ടും തീരുന്നില്ല. വെള്ളം പിന്നെയും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് പിന്നെയും ഒരു പാറക്കഷ്ണം നമുക്കുണ്ട്. ഉറവുണ്ട് ഇപ്പോഴും. വെള്ളം കോരിയിട്ടും തീരാൻ വെള്ളം കോരി പിന്നെ അതിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണിപ്പോല സ്റ്റെപ്പിന്റെ വരുന്നപ്പോ 12:45 മുറിഞ്ഞാണ് ഇറങ്ങുന്നത്. നമ്മളിവിടെ പാറ ചെളിയായതൊക്കെ നമ്മൾ തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. എവിടെ? അപ്പോൾ ഞങ്ങൾ ഈ കുളം കാണുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോയിൽ? ഇല്ലേ, വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളമൊന്നുമില്ല. കുരിശുമല കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളമൊന്നുമില്ല. അപ്പം ഈ ഒരു കുളം വൃത്തിയാക്കിയതോടെ ഉറവയുണ്ട്, നല്ല ഉറവയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇവിടെ വരുന്നവർക്ക് മുഖം കഴുകാനും കുടിക്കാൻ കൊള്ളാമെന്ന് പറയത്തില്ല, മുഖം കഴുകാനും ഒക്കെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഈ ഒരു കുളം വൃത്തിയാക്കി ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കുളവും ഈ പരിസരവും വൃത്തികേടാക്കരുത്. ഇത് മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിനെ നിങ്ങളുടെ സ്വന്തം ജോസ് മറാന്നെയാണ്. അപ്പോൾ ഇവരെല്ലാവരും കാണും DSNR വ്ളോഗ്സ്.